ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചെന്ന ആരോപണത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കെപിസിസിയുടെ ആഹ്വാനം. എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പരിപാടികൾ നടത്താൻ കെപിസിസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിൽ സിപിഎം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിൽ പോലീസ് ലാത്തി വീശിയതിനെ തുടർന്ന് ഷാഫിക്ക് പരിക്കേറ്റെന്നാണ് ആരോപണം. പരിക്കേറ്റ ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കിന് 2 പൊട്ടലുകളുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചെന്ന് കോഴിക്കോട് ഡിസിസി പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു. പോലീസ് 2 തവണ ഷാഫി പറമ്പിലിന്റെ മുഖത്ത് ലാത്തി കൊണ്ട് ഇടിച്ചുവെന്നും പേരാമ്പ്ര ഡിവൈഎസ്പി സിപിഎം ഗുണ്ടയെ പോലെയാണ് പെരുമാറിയതെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. ലോക്കൽ ചാനലിലെ വിഷ്വൽ നോക്കി അറിയില്ലേ, അവിടെ ബോധപൂർവ്വം ഷാഫി പറമ്പിനെ അറിയാത്ത പോലീസുകാരുള്ളത്. അദ്ദേഹത്തിന് നോക്കിയടിച്ചു, തലയിൽ 1 തവണ അടിച്ചു, 2 തവണ അടിച്ചു, 3 തവണ അടിച്ചു. ആദ്യം തലയ്ക്കും പിന്നെ 2 മൂക്കിനും അറിഞ്ഞുകൊണ്ട് അടിച്ചാണ്. ബ്ലഡ് പുറത്ത് വന്നിട്ട് പോലും പോലീസുകാർ അടിച്ചു, ഷാഫി അടിച്ചു. തേനേട് കഴിഞ്ഞു 6 തവണയാണ് ഗ്രേഡ് അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ശ്വാസം മുട്ടി 1 തവണ ശ്വാസ തടസ്സത്തിന് അനുഭവപ്പെട്ട് ചില വിഷ്വലൊക്കെ കാണാൻ സാധിക്കും. അത്രയ്ക്ക് ഭയാനകമായിരുന്നു പോലീസ് ഭരിച്ചു. രാത്രി സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധം വൻ സംഘർഷത്തിലാണ് കലാശിച്ചത്. കോഴിക്കോട് നടു റോഡിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡുകൾ കീറിയെറിഞ്ഞു. തിരുവനന്തപുരത്തെ UDF മാർച്ചും വൻ സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി വീശിയതോടെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. കേരള സ്കൂൾ കായികമേളയുടെ ഫ്ലെക്സ് അടക്കം പ്രവർത്തകർ വലിച്ചു കീറി. നാദാപുരത്തും വയനാടും തൊടുപുഴയിലും പാലക്കാട്ടും UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. കൊച്ചിയിൽ അർദ്ധരാത്രി നടന്ന പ്രതിഷേധത്തിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയും അടക്കം പങ്കെടുത്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഈ നരനായാട്ടെന്ന് നേതാക്കൾ ആരോപിച്ചു. ജനപ്രതിനിധികളായിട്ടുള്ള MP-മാർക്കും MLA-മാർക്കും പാർട്ടി നേതാക്കന്മാർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അക്രമം ഭരണത്തിന്റെ തണലിൽ സൃഷ്ടിക്കുകയാണ്. ഈ ഗുണ്ടകൾക്ക് എല്ലാ ഒത്താശയും പാടുന്നത് കേരളത്തിലെ കാക്കിയിട്ട ചില തെമ്മാടിക്കൂട്ടങ്ങളാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് ഈ അക്രമം മുഴുവൻ ഉണ്ടായത്. എത്ര ഗ്രനേഡുകളാണ് അവിടെ പൊട്ടിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിൽ CPM-ഉം അതുപോലെ തന്നെ പോലീസും കരുതിക്കൂട്ടി ജനപ്രതിനിധികൾ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ മോഷ്ടിച്ച് മറച്ചു വിറ്റുവെന്ന ദേവസ്വം ബെഞ്ചിന്റെ വിധി വന്നതിനെ തുടർന്ന് മുഖം നഷ്ടമായ സർക്കാർ ആ മുഖം നഷ്ടപ്പെടലിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജനപ്രതിനിധികൾ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ആരോപിച്ചു. പിണറായി വിജയൻ മറുപടി പറയണമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. The police has brutally beaten up our students, KSU students, who won yesterday in the college. And SFI people beaten them brutally. Then they were going for a protest. And there the government sponsored police. They beaten up our people. And Shafi Parambil and few of our KSU students has been injured. And they are in hospital. I think I'm very sorry to say some of our boy may have lost his one eyesight also. So what is this going on? What anarchy is this going on in this Pinarayi Vijayan government? He has to reply. He is the police minister also. He has to reply.
ആക്രമണം അഴിച്ചുവിട്ട പോലീസുകാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും പറഞ്ഞു. മുൻപ് സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ ഗവർണർ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ ശബരിമല കൊള്ള വഴിതിരിച്ചുവിടാനുള്ള തിരക്കഥയുമായാണ് പോലീസിനെ രംഗത്തിറക്കിയിരിക്കുന്നതെന്ന് AP അനിൽകുമാർ ആരോപിച്ചു. അങ്ങനെ കേരളത്തിലെ ഈ ഗവൺമെന്റ് ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണമോഷണത്തിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായിട്ടാണ് കേരള പോലീസ് ഉണ്ടാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പാർലമെന്റ് അംഗത്തെ ഒരു ഏറ്റവും യുവജന നേതാവിന്, ഒരു പോപ്പുലറായിട്ടുള്ള യുവജന നേതാവിന് ഈ രീതിയിൽ തല്ലിച്ചതച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.